والصلاة والسلام على سيدنا محمد أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما. ഏറ്റവും ബഹുമാനമുള്ള സഹോദരന്മാരെ അഷ്റഫുൽ ഖൽഖായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 1500ാമത് ജന്മദിനം ആഘോഷിക്കാൻ അതിൻ്റെ പൊന്നമ്പളി മാനത്ത് ഉദയം ചെയ്തിരിക്കുകയാണ്. ലോകത്തെമ്പാടുമുള്ള മുഅ്മിനീങ്ങൾ അഷ്റഫുൽ ഖൽഖായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്നതിനുള്ള വലിയ ഒരുക്കത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ആ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുമ്പോൾ പതിവായി നമ്മുടെ കേരളക്കരയിൽ പ്രത്യേകിച്ചും വീടുകളിലും പള്ളികളിലും സ്ഥാപനങ്ങളിലും മറ്റ് സദസ്സുകളിലുമെല്ലാം നടത്തി വരാറുള്ള മൗലിദാണ് മങ്കൂസ് മൗലിദ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പരിശുദ്ധമായ റബീഉൽ അവ്വലിൽ മങ്കൂസ് മൗലിദിനെ കുറിച്ച് ചെറിയ രൂപത്തിലുള്ള ഒരു വിവരണവും വിശദീകരണവും നൽകിയ ഒരു പഠനയാത്ര നടത്താൻ നമ്മൾ ആഗ്രഹിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് തരുമാറാകട്ടെ. മൗലിദ് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായി അതിന് വ്യത്യസ്തങ്ങളായ അർത്ഥങ്ങളുണ്ട്. ജനനം, ജനനസ്ഥലം, ജന്മസമയം, ജന്മദിനം എന്നൊക്കെ ഭാഷാപരമായി അതിന് അർത്ഥമുണ്ട്. സാങ്കേതിക അർത്ഥത്തിൽ മൗലിദ് എന്ന് പറയുന്നത് അല്ലാഹുവിൻ്റെ സാമീപ്യവും അനുഗ്രഹവും സിദ്ധിച്ച മഹാത്മാക്കളുടെ സംഭവബഹുലവും സദാചാരപരവുമായ പരിശുദ്ധ ജീവിതത്തിലെ സച്ചരിതങ്ങൾ ഗദ്യമായും പദ്യമായും ഗദ്യപദ്യ സമ്മിശ്രമായും ആരംഭിക്കുന്നതിനാണ് മൗലിദ് എന്ന് സാങ്കേതികമായി നമ്മൾ ഉദ്ദേശിക്കാറുള്ളത്. മൗലിദ് അത് അറബി ഭാഷയിലും പറ്റും, അനറബി ഭാഷയിലും പറ്റും എന്ന് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തൻ്റെ ഹാബീലുൽ ഫതാവ എന്ന കിതാബിൻ്റെ 288-ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൊല്ലുന്ന മങ്കൂസ് മൗലിദ്, ആ മങ്കൂസ് മൗലിദിനെ കുറിച്ച് അല്പം വിശദീകരിക്കുകയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ സമയത്തിൽ മഹാന്മാരുടെ മദ്ഹുകൾ പറയുന്നതിനെ കുറിച്ച് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കാരണം മൗലിദ് അത് പുതിയതായി ഉണ്ടായതാണ്, പുത്തൻ വാദമാണ്, ബിദ്അത്താണ് എന്നെല്ലാം പറഞ്ഞ് അതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കുകയും നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യുന്ന പുത്തൻവാദികളുടെ പ്രചരണവും അവരുടെ വാദങ്ങൾക്കും പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ വല്ല സ്ഥാനവുമുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ അഹ്സാബിന്റെ 56-ാമത്തെ ആയത്ത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ആയത്താണ്. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി.
യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു തആല അൻഹു പറയുന്നത് കാണാം. ഖാല അബൂ ആലിയ സലാത്തുല്ലാഹി സലാമുഹു അലൈഹി ഇൻദൽ മലായികത്തി. എന്താണ് അല്ലാഹു സലാത്ത് ചൊല്ലുന്നതാണ്? ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി എന്ന് പറഞ്ഞാൽ അല്ലാഹു സലാത്ത് ചൊല്ലുക എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹു ഒരു തസ്ബീഹുമാരെടുത്ത് സലാത്ത് ചൊല്ലുക എന്നല്ലല്ലോ. അങ്ങനെ മുസ്ലിമീങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല. അപ്പോൾ പിന്നെ അല്ലാഹു സ്വലാത്ത് ചൊല്ലുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മഹാന്മാർ വിശദീകരിക്കുകയാണ് സലാമുഹു അലൈഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തുന്നു എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തലാണ് അല്ലാഹുവിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി നമ്മൾ നോക്കൂ, ഇമാം സുയൂത്തി തന്റെ ജാമിഉസ് സഗീറിന്റെ 1-ാം വാല്യം 665-ാം പേജിൽ പറയുന്നുണ്ട്. അൻ മുആദ് റളിയല്ലാഹു അൻഹു, മുആദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ദിക്റുൽ അംബിയാഇ ഇബാദ. അംബിയാക്കന്മാരെ കുറിച്ച് പറയൽ അത് ഇബാദത്താണ്. അംബിയാക്കന്മാരെ കുറിച്ച് പറയൽ ഇബാദത്താണ്. വദിക്റു സ്വാലിഹീന കഫാറ. സ്വാലിഹീങ്ങളെ കുറിച്ച് പറയൽ അത് പാപമോചനത്തിന് കാരണമാണ്, കഫാറത്താണ്. വദിക്റുൽ മൗതി സ്വദഖത്തുൻ. മരണസ്മരണ അത് സ്വദഖയാണ്. വദിക്റുൽ ഖബരി യുഖർരിബുകും ഇലൽ ജന്ന. സ്വർഗത്തെ ഖബറിനെ കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത, അതിനെ കുറിച്ചുള്ള പറച്ചിൽ അത് നിങ്ങളെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതാണ്. ഇവിടെ നമ്മൾ നോക്കൂ, അമ്പിയാക്കന്മാരെ കുറിച്ച് പറയല് എന്താണ്? ഇബാദത്താണ്. അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലം കിട്ടുന്ന ഇബാദത്തുകളുടെ കൂട്ടത്തിൽപ്പെട്ടതാണ് അത് എന്നാണ് പഠിപ്പിച്ചത്. അപ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി അമ്പിയാക്കന്മാരുടെ തന്നെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് അസ്റഫുൽ ഖൽഖ് ആയ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറയലോ, അതിനെ കുറിച്ച് പിന്നെ പറയാനില്ല. എന്തായാലും അതെന്താണ്? വലിയ ഇബാദത്ത് തന്നെയാണ് എന്നതിൽ ഒരു തർക്കവുമില്ല. ഇമാം സുയൂത്തി തന്റെ ജാമിഉസ് സഗീറിൽ ഈ സംഭവം പറഞ്ഞത് നമുക്ക് കാണാം. ഇനി നമ്മൾ നോക്കൂ, മുൻകഴിഞ്ഞവരുടെ മഹത്വം പറയണമെന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. മുൻകഴിഞ്ഞ ആളുകൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ല, അല്ലാത്തതായ മുൻകഴിഞ്ഞ മഹാന്മാരുടെ മഹത്വങ്ങൾ പറയല് അത് പറയണമെന്ന് അല്ലാഹു തന്നെ പറയുകയാണ്. ശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അറാഫിലെ 179-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, ഫഖ്സുസിൽ ഖസസ ലഅല്ലഹും യതഫക്കറൂൻ. ഫഖ്സുസിൽ ഖസസ, നിങ്ങൾ എന്ത് ചെയ്യുക? ഖസസ്, ഖിസ്സകളെ പറയുക. ഖിസ്സകൾ ആരുടെ ഖിസ്സയാണ്? മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെയും സ്വാലിഹീങ്ങളുടെയും ഖിസ്സകളെ നിങ്ങൾ ശരിക്കും പറയുക. എന്തിനാണ്? ലഅല്ലഹും യതഫക്കറൂൻ, അവർ ചിന്തിക്കുന്നവരാകാൻ വേണ്ടി അവരോട് നല്ല നല്ല മഹാന്മാരായ ആളുകളുടെ ഖിസ്സകൾ പറഞ്ഞു കൊടുക്കണമെന്ന് സൂറത്തുൽ അറാഫിന്റെ 179-ാമത്തെ ആയത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം മഹാന്മാരുടെ ചരിത്രങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു തന്നെ പറയുന്നുണ്ട്, വദ്കുർ ഫിൽ കിതാബി മൂസ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യാ വനാദൈനാഹു മിൻ ജാനിബിത് തൂരിൽ അയ്മൻ വഖറബ്നാഹു നദിയ്യാ വവഹബ്നാ ലഹു മിൻ റഹ്മതിനാ അഖാഹു ഹാറൂന നബിയ്യാ. മൂസ നബി അലൈഹിസ്സലാമിനെയും ഹാറൂൻ നബി അലൈഹിസ്സലാമിനെയും പറഞ്ഞുകൊണ്ട് അല്ലാഹു വിശദമായി സംസാരിക്കുന്നുണ്ട്. ഇനി വേറെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വദ്കുർ ഫിൽ കിതാബി ഇസ്മാഈല ഇന്നഹു കാന സ്വാദിഖൽ വഅദി
وكان رسولا نبيا وكان يأمر أهله بالصلاة والزكاة وقال عند ربه مرضيا. ഇനി അവിടെ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറയുന്നു, വദ്കുർ ഫിൽ കിതാബി ഇദ്രീസ ഇന്നഹു കാന സുദ്ദീഖൻ നബിയ്യ വറഫഅനാഹു മകാനൻ അലിയ്യാ. ഇങ്ങനെ പ്രവാചകന്മാരുടെ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ട് അവസാനം അല്ലാഹു പറയുന്നു, ഉലൈക അല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന മിൻ ദുർരിയ്യതി ആദമ വമിമ്മൻ ഹമൽനാ മഅ നൂഹിൻ വമിൻ ദുർരിയ്യതി ഇബ്രാഹീമ വഇസ്രായീല വമിമ്മൻ ഹദൈനാ വജ്തബൈനാ إذا تتلى عليهم آيات الرحمن خروا سجدا وبكيا. പ്രത്യേകിച്ച് ചില പ്രവാചകന്മാരുടെ പേരുകൾ, അവരുടെ ചരിത്രങ്ങൾ, അവരുടെ മദ്ഹുകൾ അല്ലാഹു പറഞ്ഞിട്ട് പിന്നെ അല്ലാഹു പൊതുവെ അല്ലാഹു എല്ലാ പ്രവാചകന്മാരുടെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരുടെ മദ്ഹുകൾ പറഞ്ഞ് അല്ലാഹു അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് മറിയമിന്റെ 51 മുതൽ 57 ആയത്ത് വരെ പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കുന്നതാണ്. എന്നാൽ എന്തിനാണ് ഇങ്ങനെ ചരിത്രങ്ങൾ നമ്മൾ പറയുന്നത്? മുൻകഴിഞ്ഞ മഹാന്മാരുടെ ചരിത്രം നമ്മൾ പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്താണ് അതുകൊണ്ട് ഗുണമുള്ളത്? അത് അല്ലാഹു പറയുന്നുണ്ട്, വകുല്ലൻ നഖുസ്സു അലൈക മിൻ അംബാഇർ റുസുലി മാ നുസബ്ബിതു ബിഹി ഫുആദക. എന്തിനാണ് ഈ മഹത്വവൽക്കരിക്കപ്പെട്ട മഹാന്മാരുടെ ചരിത്രങ്ങൾ താങ്കൾക്ക് നാം വിശദീകരിച്ചു തരുന്നത്? അത് മാ നുസബ്ബിതു ബിഹി ഫുആദക, അങ്ങയുടെ ഹൃദയത്തിന് അടക്കം കിട്ടാനും ഉറപ്പ് കിട്ടാനും വേണ്ടിയാണ് എന്ന് സൂറത്തുൽ ഹൂദ് 130 ആയത്തിൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ മഹാന്മാരുടെ മദ്ഹ് പറയുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. വവഹബ്നാ ലഹും മിൻ റഹ്മതിനാ വജഅൽനാ ലഹും ലിസാന സുദ്ഖിൻ അലിയ്യാ വജഅൽനാ ലഹും ലിസാന സുദ്ഖിൻ അലിയ്യാ. അല്ലാഹു പറയുകയാണ്, സൂറത്ത് മറിയം 50 ആയത്താണ്. ആ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം. എന്താണ് ലിസാനു സിദ്ഖ് എന്ന് പറഞ്ഞാൽ? ലിസാനു സിദ്ഖ് എന്ന് പറഞ്ഞാൽ അസ്സലാഉൽ ഹസൻ, നല്ല പുകഴ്ത്തലുകളാണ്. അവരുടെ അവദാനങ്ങൾ വാഴ്ത്തലാണ് എന്ത് ലിസാനു സിദ്ഖ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ലിസാനു സിദ്ഖിനെ നൽകി. ആർക്ക്? പ്രവാചകന്മാർക്ക് ലിസാനു സിദ്ഖിനെ നൽകി എന്ന് പറഞ്ഞാൽ മഹാന്മാരുടെ അവദാനങ്ങളെ വാഴ്ത്താൻ വേണ്ടി വാഴ്ത്തലിനെ അല്ലാഹു അവർക്ക് നൽകി എന്നാണ്. അപ്പോൾ മഹാന്മാരുടെ അവദാനങ്ങൾ വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ ഒരു മഹത്വമാണ്. ആ മഹത്വം അല്ലാഹു പ്രവാചകന്മാർക്ക് മുഴുവനും നൽകിയിട്ടുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പൊ ഇതിലൂടെ എല്ലാം മഹാന്മാരുടെ മഹത്വത്തെ പ്രകീർത്തിക്കുന്നത് അത് വലിയ പുണ്യകരമാണ്. അത് നിങ്ങൾ ചെയ്യണം 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 എന്ന് അല്ലാഹു പ്രേരിപ്പിക്കുകയാണ് ഇതിലൂടെ നമ്മളെ. ഇനി നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, തഫ്സീറുൽ കബീർ 21-230 ഞാനിപ്പോൾ പറഞ്ഞ ആയത്ത് വിശദീകരിക്കുന്നത്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വയം മൗലിദ് ചൊല്ലിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗലിദ് ചൊല്ലിയിട്ടുണ്ടോ അത് നമ്മൾ പരിശോധിക്കണം, മനസ്സിലാക്കാം. അപ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അന്നഹു ഖാല ജലസ നാസു മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ഹദീസാണ്. ഫഖറജ ഹത്താ ഇദാ ദന മിൻഹും സമഉഹും ബിയതദാക്കറൂന ഖാല ബഅദുഹും ഇന്നല്ലാഹ തഖദ ഇബ്രാഹീമ ഖലീല വഖാല ആഖറു മൂസാ കല്ലമഹുല്ലാഹു തക്ലീമാ
വഖാല ആഖറു ഫഈസ കലിമത്തുല്ലാഹി വറൂഹുഹു വഖാല ആഖറു ആമദ മുസ്തഫാഹുല്ലാഹു ഫഖറജ അലൈഹിം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകന്മാരെ കുറിച്ച്, ഓരോരോ പ്രവാചകന്മാരുടെ സ്ഥാനത്തെ കുറിച്ച്, മഹത്വത്തെ കുറിച്ച്, അവദാനങ്ങളെ കുറിച്ച് സ്വഹാബത്ത് ഇങ്ങനെ വട്ടം കൂടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ആ സദസ്സിലേക്ക് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നു. വഖാല, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സമിഅതു കലാമക്കും വഅജുബക്കും, നിങ്ങളുടെ ഈ അത്ഭുതവും നിങ്ങളുടെ സംസാരവും ഒക്കെ ഞാൻ എന്ത് ചെയ്തു? കേട്ടു. എന്നാൽ ഇന്ന ഇബ്രാഹിം ഖലീലല്ലാഹ്, ഇബ്രാഹിം നബി അലൈഹിസ്സലാം അത് ഖലീലുല്ലാഹി, അല്ലാഹുവിന്റെ ഖലീൽ തന്നെയാണ്, സംശയമില്ല. ഹുവ കദാലിക, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യം. വമൂസ നബിയുല്ലാഹ്, മൂസ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ നബിയാണ്. വഹുവ കദാലിക വഈസ റൂഹുല്ലാഹി വകലിമതുഹു വഹുവ കദാലിക വആല മുസ്തഫാഹുല്ലാഹു വഹുവ കദാലിക, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ്. എന്നാൽ നിങ്ങൾക്കറിയുമോ, അലാ, അറിയണേ, അലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് റസൂലുള്ളാഹി പറയുന്നത്. ഇവിടെ ശ്രദ്ധിക്കണമെന്ന്, ഇവിടെ ശ്രദ്ധിക്ക്. എന്താ പറയേണ്ടത്? അലാ വ അന ഹബീബുല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്, എന്നാലെങ്കിലും നിങ്ങൾ സ്വലാത്ത് ചൊല്ലി. അന ഹബീബുല്ലാഹി വലാ ഫഖർ വഅന ഹാമിലു ലിവാഇൽ ഹംദി യൗമൽ ഖിയാമ തഹ്തഹു ആദമുൻ ഫമൻ ദൂനഹു വലാ ഫഖർ വഅന അവ്വലു ശാഫിഇൻ വഅവ്വലു മുശഫഇൻ യൗമൽ ഖിയാമ വലാ ഫഖർ وأنا أول من يحرك حلق الجنة فيفتح الله لي فيدخلنيها ومعي فقراء المؤمنين فلا ولا فخر وأنا أكرم الأولين والآخرين على الله ولا فخر. نبينا رسول الله صلى الله عليه وسلم തങ്ങൾ അവതാരങ്ങൾ, പ്രകീർത്തനങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന, പാടിക്കൊണ്ടിരുന്ന, ചെയ്തുകൊണ്ടിരുന്ന, പറഞ്ഞാലും പാടിയാലും പറഞ്ഞു പാടിയാലും എല്ലാം പ്രകീർത്തനങ്ങൾ തന്നെയാണ്, മൗലിദുകൾ തന്നെയാണ്. അങ്ങനെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകളുടെ ഇടയിലേക്ക് കയറി ചെന്ന ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ സ്വയം പ്രകീർത്തിക്കുകയാണ്. കാരണം റസൂലുള്ളാഹിനെ പ്രകീർത്തിക്കാൻ ഏറ്റവും അർഹൻ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അലാ വഅന ഹബീബുല്ലാഹ്, ഞാൻ അല്ലാഹുവിന്റെ ഹബീബാണ്. വലാ ഫഖർ, ഞാൻ ഫഖർ കാണിക്കുകയല്ല, ഫഖർ പറയുകയല്ല, ഡംബ് നടിച്ചു പറയുകയല്ല. നിങ്ങളെ അറിയിക്കേണ്ട ഒരു അനിവാര്യ കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. എന്നിട്ടോ വാന ഹാമിലു ലിവാഇൽ ഹംദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ലിവാഉൽ ഹംദി എന്ന കൊടിയെ ചുമക്കുന്നയാൾ ഞാനായിരിക്കും. തഹ്തഹു ആദമു വമൻ ദൂനഹു, ആദം നബി അലൈഹിസ്സലാം മുതൽ പിന്നീട് വന്ന മുഴുവൻ ആളുകളും എന്റെ കൊടിക്കീഴിൽ ഒരുമിച്ച് കൂടുന്നതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, വലാ ഫഖറ, ഞാൻ ഡംബ് നടിച്ചു പറയുകയല്ല കേട്ടോ. വഅന അവ്വലു ശാഫിഇൻ വഅന അവ്വലു മുശഫഇൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാനാണ് ആദ്യത്തെ ശാഫിഇ, ആദ്യം ശുപാർശ ചെയ്യുന്നയാൾ ഞാനാണ്. ആദ്യമായി ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും എന്നിൽ നിന്നാണ്. വലാ ഫഖർ, ഞാൻ ഫഖർ പറയുകയല്ല. വഅന അവ്വലു മൻ യുഹരിഖു ഹിലഖൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ പട്ടക്കണ്ണി ആദ്യമായി പിടിച്ചു കുലുക്കിക്കൊണ്ട് ഫയഫ്തഹുല്ലാഹു ലീ, അങ്ങനെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കുമ്പോൾ അല്ലാഹു എനിക്ക് വേണ്ടി വാതിൽ തുറന്നു തരികയാണ്, സ്വർഗ്ഗത്തിന്റെ വാതിൽ. ആ സമയത്തിൽ സ്വർഗത്തിലേക്ക് എന്നെ അല്ലാഹു പ്രവേശിപ്പിക്കുന്നതാണ്.
അപ്പോൾ എന്റെ കൂടെ ഉണ്ടാകുന്ന ആളുകൾ ആരാണെന്നറിയുമോ? സ്വർഗത്തിന്റെ വട്ടക്കണ്ണി പിടിച്ചു കുലുക്കി അതിന്റെ ഔപചാരിക ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ എന്നോടൊപ്പമുള്ള ആളാരാണെന്നറിയുമോ? ഫുഖറാഉൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളിൽ നിന്നുള്ള ഫുഖറാക്കളാണ്. വലാ ഫഖറ, ഞാൻ ഫഖ്ർ പറയുകയല്ല. വഅന അക്രമുൽ അവ്വലീന വൽ ആഖിരീന അലല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ മുൻഗാമികളും പിൻഗാമികളുടെ കൂട്ടത്തിൽ വെച്ച് ഏറ്റവും ബഹുമാന്യനായയാള് അത് ഞാനാണ് എന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ എന്ത് ചെയ്യുന്നു? മദ്ഹ് പറയുകയാണ്. അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ കാണാം. എല്ലാം ഇവിടെ ഇപ്പോൾ പറയാൻ സമയം നമ്മുടെ ഇത് നീണ്ടുപോകുന്നതാണ്. പിന്നെ ഇനി പാട്ട് രൂപത്തിൽ മദ്ഹ് പറയാൻ പറ്റുമോ, അങ്ങനെ പാടാൻ പറ്റുമോ എന്നതാണ് ഇനി മറ്റൊരു സംശയം. പാട്ട് രൂപത്തിൽ പാടാൻ പറ്റുമോ? പാട്ട് രൂപത്തിൽ തന്നെ സ്വഹാബത്ത് പാട്ട് പാടിയിട്ടുണ്ട്, മദ്ഹ് പറഞ്ഞിട്ടുണ്ട്, മൗലിദ് ചൊല്ലിയിട്ടുണ്ട്. ഇബ്നു ശിഹാബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അഖ്ബറനി അൽ-ഹൈസം ബിൻ അബി സിനാൻ അന്നഹു സമിഅ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ കേട്ടു. വഹുവ യഖുസ്സു, അദ്ദേഹം ഇങ്ങനെ ഖിസ്സ പറയുകയാണ്. വഹുവ ഫീ ഖിസ്സസിഹി, താനിങ്ങനെ ചരിത്രം പറഞ്ഞു കൊടുക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറയുകയാണ്. വഹുവ യുദക്കിറു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആര്? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അപ്പോൾ മഹാനായ അബൂ ഹുറൈറ പറയുകയാണ്, ഇന്ന അഖല്ലകും, നിങ്ങളുടെ സഹോദരനുണ്ടല്ലോ, ലാ യഖൂലു റഫസ, അദ്ദേഹം പാഴായ മോശമായ വർത്തമാനങ്ങളൊന്നും പറയാത്തയാളാണ്. യഅനി, ഇതുകൊണ്ട് അബൂ ഹുറൈറ തങ്ങൾ ഉദ്ദേശിച്ചത് ആരെയാണ്? അബ്ദുല്ലാഹ് ഇബ്നു റവാഹ, അബ്ദുല്ലാഹ് ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനെയാണ്. എന്നിട്ട് പറയുകയാണ്, ഖാല, ആ അബ്ദുല്ലാഹ് ഇബ്നു റവാഹ തങ്ങൾ പാടുകയാണ്, വഫീനാ റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻ ശഖ്ഖ മഅറൂഫുൻ മിനൽ ഫദി സാത്തിഉ അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മുഖിനാതുൻ മാ ഖാല വാഖിഉ യബിതു യുജാഫി അൻ ജംബിഹി അൻ ഫിറാശിഹി ഇദസ്തസ്ഖലത് ഖബിൽ കാഫിരീന അൽ മവാദിഉ സലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യതി അലൽ മുസ്തഫൽ മുഖ്താരി ഖൈറുൽ ബരിയതി. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് മദ്ഹ് ചെയ്തുകൊണ്ട് പാടിയത് ആരുദ്ധരിക്കുകയാണ്? അബൂ ഹുറൈറ തങ്ങൾ ഉദ്ധരിക്കുകയാണ്. കൂട്ടത്തിൽ അബൂ ഹുറൈറ തങ്ങൾ പറയുകയാണ്, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു റവാഹ ഉണ്ടല്ലോ, അദ്ദേഹം വെറുതെ എന്തെങ്കിലും പാഴ് വർത്തമാനം പറയുന്നയാളല്ല, തമാശ പറയുന്നയാളല്ല, പാഴായി സംസാരിക്കുന്നയാളല്ല. അദ്ദേഹം എന്താണ് പറഞ്ഞത്? ഫീനാ റസൂലുള്ളാഹ്, ഞങ്ങളിൽ ആരുണ്ട്? അല്ലാഹുവിന്റെ റസൂലുണ്ട്. യത്ലൂ കിതാബഹു, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ ഇങ്ങനെ പാരായണം ചെയ്യുന്നു. എപ്പോഴാണെന്നറിയുമോ? പ്രഭാതം ഇങ്ങനെ പൊട്ടിവിരിയാൻ കാത്തിരിക്കുന്ന സമയത്ത്
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതാ തഹജ്ജുദ് നിസ്കാരം കഴിഞ്ഞിങ്ങനെ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദാ, പ്രഭാത സമയത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നവരാണ് ഞങ്ങളുടെ നബി. മാത്രമല്ല അറാനൽ ഹുദാ ബഅദൽ അമാ ഫഖുലൂബുനാ ബിഹി മുഖ്തിനാത്തുൻ അന്ന മാ ഖാല വാഖിഉ. അറാനൽ ഹുദാ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞങ്ങൾക്ക് സന്മാർഗ്ഗത്തെ കാണിച്ചു തന്നു. എന്തിനു ശേഷം? ബഅദൽ അമാ, ഞങ്ങളൊക്കെ അന്ധന്മാരായതിനു ശേഷം, ഫഖുലൂബുനാ, ഞങ്ങളുടെ ഹൃദയങ്ങൾ, ബിഹി, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്നത് കൊണ്ട്, മുഖ്തിനാത്തുൻ, ഉറപ്പിക്കുന്നവരാണ്, അന്നമാ ഖാല വാഖിഉ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ 1500 വർഷം തികയുമ്പോഴും ഭൂമി ലോകത്ത് അതാ ഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവചനങ്ങളൊക്കെ നടപ്പായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ ഉറപ്പിക്കുന്നവരാണ്. യബീതു യുജാഫി അൻ യബീതു യുജാഫി ജംബഹു അൻ ഫിറാശിഹി إذا استثقلت بالكافرين المضاجع. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പാതിരാത്രി കഴിയുമ്പോൾ അവിടുത്തെ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് അല്ലാഹുവിനെ ഭയപ്പെട്ട് നൃത്തത്തിൽ നിസ്കാരത്തിലായി മാറുകയാണ്. ഈ സമയത്തിൽ കാഫിരീങ്ങൾ അവരുടെ വിരിപ്പുകൾ അവരെ കൊണ്ട് ഭാരം പിടിക്കുകയാണ്. അങ്ങനത്തെ നബിയാണ് ഞങ്ങളുടെ നബി എന്ന് മഹാനവറുകൾ പാടി. ആര്? ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു റവാഹ പാടിയ പാട്ട് എടുത്തുദ്ധരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ പറയുകയാണ്. അപ്പോൾ ബൈത്ത് രൂപത്തിലും പാട്ട് രൂപത്തിലും മഹാന്മാരായ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ നമ്മൾക്ക് തോന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗലിദിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടോ ഇല്ലയോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൗലിദ് കഴിച്ചത് നമ്മൾ പറഞ്ഞു, റസൂലുള്ളാഹിയുടെ സ്വഹാബത്ത് കഴിച്ചത് പറഞ്ഞു. ഗദ്യമായി ചൊല്ലിയാലും പദ്യമായി ചൊല്ലിയാലും ഗദ്യപദ്യ സമ്മിശ്രമായി പറഞ്ഞാലും മൗലിദാണെന്ന് നമ്മൾ ആദ്യം തന്നെ പഠിച്ചു വെച്ചു. ഇനി മൗലിദിന്റെ മജ്‌ലിസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനങ്ങളെ ക്ഷണിച്ചതിന് വല്ല തെളിവുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്കത് നാളെ പറയാം. മൗലിദിന്റെ മജ്‌ലിസിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ ആളുകളെ കൈകൊണ്ടിങ്ങനെ, നമ്മൾ കൈകൊണ്ടിങ്ങനെ വിളിക്കൂലേ എന്നതുപോലെ കൈകൊണ്ട് വിളിച്ചിരുത്തിയ സംഭവം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി